ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ജഗദംബികായേ നമ. ഇന്നലെ നമ്മളൊരു കഥ പറഞ്ഞിട്ട് പൂർത്തിയാക്കിയിട്ടില്ല. അപ്പൊ സാവിത്രിയും വേദങ്ങളും സകല ശാസ്ത്രങ്ങളും സരസ്വതിയിൽ വിലയിക്കുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല തോന്നുന്നു. സരസ്വതി ഭഗവാന്റെ ജിഹ്വയിലും ലയിക്കുന്നു. ഭൂലോകത്തിലെ ഗോപപാലന്മാര് ഭഗവാന്റെ രോമകൂപങ്ങളിലും ആ പ്രഭുവിന്റെ പ്രാണനിൽ സർവ പ്രാണികളുടെയും പ്രാണനും വിലയിക്കുന്നു. അഗ്നികൾ ഭഗവാന്റെ ജഠരാഗ്നിയിലാണ് കേട്ടോ. ജലം ഭഗവാന്റെ ജിഹ്വാഗ്രത്തിലും വസിക്കുകയാണ്. ഭക്തരായ വൈഷ്ണവർ ഭഗവാന്റെ പാദകമലങ്ങളിലും ലയിക്കുന്നു. സ്വന്തം വംശങ്ങളോടുകൂടി മഹാവിരാട് പുരുഷൻ കൃഷ്ണനിൽ ലയിക്കുന്നു. ബ്രഹ്മാണ്ടം മുഴുവൻ കൃഷ്ണനിലും. ആ കൃഷ്ണൻ കണ്ണടക്കുമ്പോൾ പ്രാകൃത പ്രളയവും സംഭവിക്കുന്നു. ഇങ്ങനെയാണ് കഥ. കണ്ണു തുറക്കുമ്പോഴേക്കും ബ്രഹ്മാണ്ട സൃഷ്ടിയും തുടങ്ങും. നിശ്ചിത കാലത്താണ് സൃഷ്ടിയും വിലയവും നടക്കുന്നത്. ബ്രഹ്മാവിന്റെ 100 വർഷം കഴിയുമ്പോൾ സൃഷ്ടിലയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സൃഷ്ടിലയങ്ങൾ എത്ര എണ്ണമാണെന്ന് നിർണയിക്കാൻ സാധ്യമല്ല. ആ ഭഗവാൻ കണ്ണടക്കുമ്പോൾ പ്രളയവും കണ്ണു തുറക്കുമ്പോൾ സൃഷ്ടിയും നടക്കുന്നു. ആ കൃഷ്ണനും പ്രളയം വരുമ്പോൾ പ്രകൃതി ലയിക്കുന്നു. പിന്നീടോ ആ പരാശക്തിയും നിർഗുണനായ പരമ്പുമാനും ഒന്ന് തന്നെയാണ് കേട്ടോ. രണ്ടാണെന്ന് വിചാരിക്കുന്ന ഒരു വിഡ്ഢികളാണെന്നാ പറയുന്നത്. ആ പരമ്പുമാൻ തന്നെയാണ് ആദ്യം ഉണ്ടായതെന്ന് വേദജ്ഞന്മാർ പറയുന്നു. മൂലപ്രകൃതി അവ്യക്തയാണ്, എങ്കിലും മൂലപ്രകൃതിയാണ് പ്രളയകാലത്തും ബാക്കി നിൽക്കുന്നത് എന്ന് പറയുന്നു. അവർണ്ണനീയ ഗുണമുള്ള ഈ ജഗദീശ്വരിയെ വാഴ്ത്താൻ ബ്രഹ്മാണ്ടത്തിൽ ആരാണുള്ളത്? ആർക്കും സാധ്യമല്ല എന്നാണ് അർത്ഥം. മുക്തി 4 വിധത്തിലുണ്ടെന്ന് 4 വേദങ്ങളും പറയുന്നു. മുക്തിയേക്കാൾ ഭക്തിക്കാണ് മേന്മ. ഒന്ന് സാരോഗ്യപ്രദമായ മുക്തി, രണ്ടാമത് സാരൂപ്യപ്രദമായ മുക്തി, മൂന്നാമതോ സാമീപ്യപ്രദമായ മുക്തി, അവസാനം നിർവാണ മുക്തി. ബ്രഹ്മത്വവും അമരത്വവും ശിവത്വവും ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല. ദേവിയുടെ സേവയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഭക്തിയോടുകൂടി ദേവിയെ സേവിക്കലാണ് നിർവാണ മുക്തി എന്ന് പറയുന്നത്. ഭക്തിയും മുക്തിയും തമ്മിലുള്ള ഭേദം ഇനി പറയാം. ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഇല്ലാതാക്കാനുള്ള ഉപായം ദേവീ സേവയാണ്. വേദങ്ങൾ പറയുന്ന തത്വജ്ഞാനവും ഇത് തന്നെയാണ്. വത്സേ, നിർവിഘ്നവും ശുഭപ്രദവുമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇത്രയും പറഞ്ഞ് യമൻ സത്യവാനെ ജീവിപ്പിച്ചു. അതിനുശേഷം യമരാജാവ് പറഞ്ഞു, ഇതാ നിന്റെ പതി, ഇവനെ കൂട്ടിപ്പോയി നീ സത്സുഖം വാഴുക എന്ന്. അപ്പൊ ഇത് കേട്ടപ്പോൾ സാവിത്രിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയൊഴുകി. ഇവൾ കൃതാർത്ഥന്റെ കാൽക്കൽ നമസ്കരിച്ചു. സത്സംഗം വിട്ടു പോവാൻ അവൾക്ക് ഒട്ടും സമ്മതമില്ലായിരുന്നു. അദ്ദേഹം നല്ല നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുത്തത്. അത് തന്നെയാണല്ലോ സത്സംഗം. യമൻ പറഞ്ഞു, ഈ പുണ്യക്ഷേത്രമായ ഭാരതഭൂമിയിൽ നീ ഒട്ടനവധി കാലം നിന്റെ പതിയോടുകൂടി സുഖിച്ചു വാഴുക. അവസാനം ദേവീപദം പ്രാപിക്കുകയും ചെയ്യും. ഗൃഹത്തിൽ പോയി സാവിത്രി വ്രതം അനുഷ്ഠിക്കുക. 14 കൊല്ലം മുടങ്ങാതെ അനുഷ്ഠിക്കുന്നത് സ്ത്രീകൾക്ക് അത്യുത്തമമാണ്. അങ്ങനെ ഭാദ്രമാസത്തിൽ വെളുത്ത പക്ഷത്തിൽ അഷ്ടമി തിഥിയിൽ 16 വർഷം മഹാലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്ന നാരികൾക്ക് വിശേഷമാണ്. ജ്യേഷ്ഠമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർദശി തിഥിയിൽ സാവിത്രി വ്രതം അനുഷ്ഠിക്കുന്നത് സ്ത്രീകൾക്ക് അതിനേക്കാളേറെ മോക്ഷപ്രദമാണ്. മാസം തോറും വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി തിഥി ഉണ്ടല്ലോ, അതിൽ മംഗളദായിനിയായ ഷഷ്ടി ദേവിയെ പൂജിക്കണം. ആഷാഢത്തിലെ സംക്രാന്തിയിൽ മനസാദേവിയെ പൂജിക്കണം. കാർത്തിക മാസത്തിലെ പൗർണമിയിൽ കൃഷ്ണന്റെ പ്രാണാധിക പ്രിയയായ രാധാദേവിയെ പൂജിക്കണം. വെളുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയിൽ ആരെയാണ് പൂജിക്കേണ്ടതെന്നോ? ദുർഗാദേവിയാണ് പൂജിക്കേണ്ടത്. നാരീ പൂജയായോ യന്ത്രത്തിലോ ബിംബത്തിലോ ആവാഹിച്ച് പൂജിക്കാം. പുത്രാർത്ഥിയായിട്ടാണ് പൂജിക്കുന്നതെങ്കിൽ സൽസന്താനത്തെ ലഭിക്കും. ദേവി വിഭൂതികളെ സാധകന്മാർ ഇപ്രകാരം പൂജിക്കണം. ദേവീ വിഭൂതികള എങ്ങനെ? സർവാഭിഷ്ടപ്രദായിനിയാണ് ദേവി കേട്ടോ. അവസാനം ദേവീപദം പ്രാപിക്കുവാനും സാധിക്കും. നിത്യം ദേവിയെ പൂജിക്കണം. ഇനി ഒന്നും പറയാനില്ല എന്നും പറഞ്ഞ് യമരാജാവ് ഇവിടെ നിന്നും യാത്രയായി. സാവിത്രി തന്റെ പതി തിരിച്ചു വരുമ്പോഴേക്കും ഇങ്ങനെ അവിടെ മേൽ തലയെടുത്ത് നിലത്ത് വെച്ചിട്ടാണല്ലോ സാവിത്രി പോയത്. ഓടി വന്ന് അദ്ദേഹത്തിന്റെ തല തന്റെ മടിയിൽ വെച്ച് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പൊ ഉറങ്ങി ഉണർന്നതുപോലെ സത്യവാൻ കണ്ണുമിഴിച്ചു. വല്ലാത്തൊരു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി സാവിത്രി എന്നും പറഞ്ഞു. സാരമില്ല, നമുക്കിനി പോകാം, വൈകുന്നേരം ആയില്ലേ എന്നും പറഞ്ഞ് സാവിത്രി സത്യവാനെയും കൂട്ടി തന്റെ കുടിലൊന്നല്ലല്ലോ, ഇപ്പൊ കൊട്ടാരമായില്ലേ,
കൊട്ടാരത്തിലേക്ക് വന്നിട്ടാകുമ്പോൾ എല്ലാം കാണുന്നതൊക്കെ അത്ഭുതം. കണ്ണ് കാണാത്ത അച്ഛന് കണ്ണിന് കാഴ്ച കിട്ടി. രാജ്യമൊക്കെ നഷ്ടപ്പെട്ട അച്ഛന് രാജ്യം തിരിച്ചു കിട്ടി. ഇതൊക്കെ കണ്ടിട്ടാകുമ്പോൾ അവർ ചോദിച്ചു, എന്താ ഇത് സംഭവം എന്ന് ചോദിക്കുമ്പോൾ സാവിത്രി എല്ലാ വൃത്താന്തങ്ങളും വിസ്തരിച്ച് എല്ലാവരോടും പറഞ്ഞു. സ്വന്തം അച്ഛനും പുത്രന്മാരും ഉണ്ടായി. ശശുരന് കാഴ്ചയും കിട്ടി, രാജ്യവും ലഭിച്ചു. വരലാഭത്താൽ സാവിത്രിക്കും പുത്രന്മാരുണ്ടായി. പുണ്യഭൂമിയായ ഭാരതത്തിൽ 1,00,000 വർഷം ജീവിച്ചു. പിന്നീട് അവൾ പതിയോടുകൂടി ദേവിയുടെ പുണ്യസ്ഥാനമായ മണിദ്വീപത്തിലെത്തി. അതാണ് പാതിവ്രത്യത്തിന്റെ ശക്തി. ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ വേണ്ടത് എന്നാണ് ഈ ഗുണപാഠ കഥയാണ് ഇതൊക്കെ. കവിതാവിന് അധിഷ്ഠാന ദേവതയും ഗായത്രി മന്ത്രങ്ങൾക്ക് അധിഷ്ഠാന ദേവതയും സകല വേദങ്ങൾക്ക് ജനനിയുമായതുകൊണ്ട് സാവിത്രി എന്ന പേരിൽ പ്രസിദ്ധി ആർജിക്കുകയും ചെയ്തു. ഇപ്പൊ ശ്രീനാരായണൻ പറയുന്നു, ഹേ നാരദ, സാവിത്രി ദേവിയുടെ കഥയും ഞാൻ പറഞ്ഞു തന്നില്ലേ? പ്രാണികളുടെ കർമ്മ വിഭാഗവും പറഞ്ഞു തന്നു. 16-ാമത്തെ വയസ്സിൽ മരണമുണ്ടെന്ന് അറിഞ്ഞും കൊണ്ട് സാവിത്രി ആ സത്യവാന വിവാഹം കഴിച്ചത് കൊണ്ടല്ലേ ഇത്രമാത്രം ഔന്നത്യത്തിലെത്താൻ സാധിച്ചത്. ആ സത്യനിഷ്ഠയും ആ പാതിവ്രത്യനിഷ്ഠയും ഒക്കെ കൊണ്ട് സാവിത്രി എല്ലാവരെയും തോൽപ്പിച്ചു. അങ്ങനെയാണ് ഈ കഥയുടെ ഗുണപാഠ കഥ. ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠ കഥയാണ് ഇതൊക്കെ. ഇനി മഹാലക്ഷ്മിയുടെ കഥയാണ് പറയുന്നത്. നാരദൻ ചോദിക്കുകയാണ്, അല്ലയോ വേദവിത്തമാ. ആരോട് ചോദിക്കണു? നാരായണ മഹർഷിയോട് നാരദ മഹർഷി ചോദിക്കുകയാണ്. നാരായണ മഹർഷിയെ യമധർമ്മ രാജാവിന്റെയും സാവിത്രിയുടെയും സംഭാഷണത്തിൽ കൂടി അരൂപയായ ഗായത്രിയുടെ കഥ കേൾക്കാൻ ഭാഗ്യമുണ്ടായി. ഈ ദേവിമാരെ കീർത്തനം ചെയ്യുന്നത് സർവമംഗളദായകമാണ്. ഇനി മഹാലക്ഷ്മിയുടെ ചരിത്രം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നാരായണ മഹർഷി പറയുകയാണ്, സൃഷ്ടിയുടെ ആദ്യത്തിൽ കൃഷ്ണന്റെ ഇടതുഭാഗത്ത് നിന്ന് മണ്ഡലത്തിൽ വെച്ചാണ് രാധ ജനിച്ചത്. അവൾ എന്നും 12 വയസ്സ് മാത്രം പ്രായമുള്ള യൗവനയുക്തയായ കന്യകയായിരുന്നു. വെളുത്ത ചമ്പകപ്പൂവിന്റെ നിറവും പൂർണ്ണചന്ദ്രന്റെ ശോഭയുമുള്ള മുഖത്തോടും നീണ്ടിടംപെട്ട താമരയിതൾ പോലെയുള്ള കണ്ണുകളോടും കൂടിയ ആ സുന്ദരി തീമനോജ്ഞയായിരുന്നു. പരമാത്മാവായ കൃഷ്ണന്റെ സമീപം വിരാജിച്ചിരുന്ന ആ സുന്ദരി കൃഷ്ണന്റെ ഇച്ഛപ്രകാരം രാധയുടെ അതേ രൂപവും വയസ്സും ഒക്കെയായി 2 രൂപം കൈക്കൊണ്ടു. അവർ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. ഇടതുഭാഗം ലക്ഷ്മിയും വലതുഭാഗം രാധയുമായി തീർന്നു. അവർ രണ്ടാളും ഭഗവാനെ ആഗ്രഹിച്ചതുകൊണ്ട് ഭഗവാനും 2 രൂപം കൈക്കൊണ്ടു. ഒരു കൃഷ്ണൻ ദ്വിഭുജനും മറ്റേ കൃഷ്ണൻ ചതുർഭുജനും. ദ്വിഭുജനായ കൃഷ്ണനെ രാധ പരിഗ്രഹിച്ചു, ചതുർഭുജനെ ലക്ഷ്മിയും പതിയായി വരിച്ചു. ആ ലക്ഷ്മി എപ്പോഴും വിശ്വത്തെയും വിശ്വത്തിലുള്ളവരെയും സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള അസൂയോ അനിഷ്ടോ ഒന്നുമില്ല. ചതുർഭുജൻ ലക്ഷ്മിയോടൊത്ത് വൈകുണ്ഠത്തിലേക്ക് പോയി. രാധയും ദ്വിഭുജനായ കൃഷ്ണനും ഗോപന്മാരാലും ഗോപികമാരാലും പരിവേഷ്ടിതരായി രാസമണ്ഡലത്തിൽ ശോഭിക്കുന്നു. വൈകുണ്ഠത്തിൽ വസിക്കുന്ന ലക്ഷ്മി പ്രേമം കൊണ്ട് ഭഗവാന്റെ പത്നിമാരിൽ പ്രധാനിയായി. ആ ദേവി തന്നെയാണ് ഇന്ദ്രന്റെ ഗൃഹത്തിൽ സമ്പൽ സ്വരൂപിണിയായി സ്വർഗലക്ഷ്മിയായി വസിക്കുന്നതും. പാതാളത്തിൽ നാഗലക്ഷ്മിയായും രാജാക്കന്മാരുടെ ഗൃഹത്തിൽ രാജലക്ഷ്മിയായും ഗൃഹസ്ഥന്മാരുടെ ഗൃഹത്തിൽ ഗൃഹലക്ഷ്മിയായും ഇരിക്കുന്നത് ആ സത്വസ്വരൂപിണി തന്നെയാണ്. പശുക്കളുടെ അമ്മയായ സുരഭിയായും പാലാഴിയിൽ ശ്രീസ്വരൂപിണിയായും ചന്ദ്രസൂര്യ മണ്ഡലങ്ങളിൽ കാന്തിരൂപേണ വർത്തിക്കുന്നതും ഈ മഹാലക്ഷ്മി തന്നെയാണ്. ജലങ്ങള് രാജാക്കന്മാര് രാജ്ഞിമാര് സസ്യങ്ങള് രത്നം സ്വർണം തുടങ്ങിയവയിലും വൃക്ഷങ്ങളിലും പഴങ്ങളിലും എന്ന് വേണ്ട എല്ലാ വസ്തുക്കളിലും മഹാലക്ഷ്മി തന്റെ കലാംശമായി വിളങ്ങുന്നു. ആദ്യമായി ഹരി അവളെ വൈകുണ്ഠത്തിൽ വെച്ച് പൂജിച്ചു. പിന്നീട് ബ്രഹ്മാദി ദേവന്മാർ സ്വയംഭൂമനും അതിനുശേഷം ഭാരതത്തിൽ സർവ്വ ജനങ്ങളും മഹാലക്ഷ്മിയെ പൂജിച്ച് ആരാധിച്ചു. കന്നിമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ അഷ്ടമിത്തിയിൽ തുടങ്ങി ഒരു പക്ഷം മുഴുവനും ബ്രഹ്മാവ് ഭക്തിപൂർവ്വം സ്തുതിച്ചു പൂജിച്ചു. മകരം, കന്നി, മേടം മാസങ്ങളിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ആ ദേവിയെ പൂജിച്ചു. വർഷാവസാനത്തിലെ മകര സംക്രാന്തിക്ക് സ്വയംഭൂമൻ ഉച്ചക്ക് കലശത്തിൽ ദേവിയെ ആവാഹിച്ച് പൂജിച്ചു. ഉച്ചക്ക് രാജാവായ മംഗളൻ മംഗളാരൂപത്തിൽ ആ ദേവിയെ പൂജിച്ചു. പിന്നീട് രാജാക്കന്മാരായ ധ്രുവൻ, ഉത്താനപാദൻ തുടങ്ങിയ രാജാക്കന്മാരും ആ മഹാലക്ഷ്മിയെ പൂജിച്ചു തുടങ്ങി. എല്ലാവരാലും പൂജിക്കപ്പെട്ട ആ ദേവി സർവ ഐശ്വര്യങ്ങളുടെയും അധിഷ്ഠാന ദേവതയായി. അങ്ങനെ ലക്ഷ്മി ഉപാഖ്യാനം എന്ന ഭാഗം
39-ാമത്തെ അധ്യായം നമ്മൾ ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചു. ഇനി മഹാലക്ഷ്മിയുടെ ഉത്ഭവമാണ് വർണ്ണിക്കുന്നത്. വീണ്ടും നാരദരെ വിടാൻ ഭാവമില്ല. വീണ്ടും ചോദിക്കാൻ തുടങ്ങി. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിന്റെ പത്നിയും വൈകുണ്ഠത്തിന്റെ അധിഷ്ഠാന ദേവതയുമായ മഹാലക്ഷ്മി എങ്ങനെയാണ് സമുദ്രത്തിന്റെ മകളായത്? ആരാണ് ആ ദേവി ആദ്യം പൂജിച്ച് ആരാധിച്ചത്? കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. പണ്ട് ദുർവാസത്തിന്റെ ശാപം കൊണ്ട് ഇന്ദ്രൻ സ്ത്രീയില്ലാത്തവനായി തീർന്നു. അദ്ദേഹം ദേവന്മാരോടുകൂടി മർത്യലോകത്തെത്തി. സ്വർഗത്തിലെ ലക്ഷ്മി തന്റെ സ്വർഗസ്ഥാനം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് ചെന്നു. തന്റെ രൂപം മഹാലക്ഷ്മിയിൽ ലയിപ്പിച്ചു. സ്വർഗലക്ഷ്മി. ഇന്ദ്രാദിദേവന്മാർ ശോകാർത്തരായി ബ്രഹ്മദേവന്റെ ലോകത്തെത്തി തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. ഉടനെ ബ്രഹ്മദേവൻ എല്ലാവരെയും കൂട്ടി വൈകുണ്ഠത്തിലെത്തി. ലക്ഷ്മി പിന്നീട് പരമ്പുമാന്റെ ആജ്ഞയാൽ കലാംശയായി സമുദ്രത്തിൽ നിന്ന് ജനിച്ചു. ദേവന്മാരും ദൈത്യന്മാരും പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കെ ദേവന്മാർക്ക് മഹാലക്ഷ്മി കിട്ടിയില്ലേ? അവൾ ദേവന്മാർക്ക് വരം നൽകി. ക്ഷീരശായിയായ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്ന് ഭരണമാല്യം അണിയിക്കുകയും ചെയ്തു. അസുരന്മാർ കൈയടക്കിയ രാജ്യം സുരന്മാർ തിരിച്ചു പിടിക്കുകയും ചെയ്തു. എല്ലാവരും മഹാലക്ഷ്മിയെ പൂജിച്ച് ആരാധിച്ചു. വീണ്ടും നാരദർ ചോദിക്കുകയാണ്, മഹർഷി, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദുർവാസാവ് ദേവന്മാരെ ശപിച്ചത്? ഏതു തരത്തിലാണ് സുരന്മാർ പാലാഴി മഥനം നടത്തിയത്? ഇന്ദ്രൻ ഏത് സ്തോത്രം കൊണ്ട് സ്തുതിച്ചിട്ടാണ് ദേവി ദർശനം കൊടുത്തത്? ദുർവാസാവും ഇന്ദ്രനും തമ്മിൽ കലഹമുണ്ടാവാൻ എന്താണ് കാരണം? കുറേ ചോദ്യങ്ങൾ ഒന്നിച്ചു. പണ്ട് അമരാധിപനായ ഇന്ദ്രന്റെ അംഭയുമായി ഏകാന്തത്തിൽ രമിച്ചുകൊണ്ടിരിക്കെ വൈകുണ്ഠത്തിൽ നിന്ന് കൈലാസത്തിൽ പോകുന്ന മഹാതേജസ്വിയായ ദുർവാസാവ് മഹർഷിയെ കാണാനിടയായി. ജ്വലിക്കുന്ന ബ്രഹ്മതേജസ്സോടും സൂര്യനെ പോലെ തേജോമയനുമായ മഹർഷിയെയും പരിവാരങ്ങളെയും കണ്ടപ്പോൾ ഇന്ദ്രൻ അടുത്ത് ചെന്ന് ഭക്ത്യാദരപൂർവ്വം നമസ്കരിച്ചു. മഹർഷി ഇന്ദ്രനെ അനുഗ്രഹിച്ചതിന് ശേഷം വിഷ്ണു കൊടുത്ത പാരിജാത കുസുമവും സമ്മാനിച്ചു. നമ്മുടെ മഹാഭാരതത്തിൽ ഇങ്ങനെയൊന്നല്ല കഥ മാറിയിട്ടാണുള്ളത്. അതിൽ വിദ്യാധര സ്ത്രീകൾ ദിവ്യ പുഷ്പം കൊണ്ട് ഹൃദ്യമായുള്ള ഒരു മാലം തൊടുത്തത് സർവാംശജാതനായുള്ള മഹർഷിയാം ദുർവാസാവിന് കൊടുത്തവരും പോയാൽ അവർ മാല കെട്ടിക്കൊണ്ടിരിക്കെ ദുർവാസാവ് അതിലെ പോയിന്നും അപ്പൊ പേടിച്ചിട്ട് ആ മാല അദ്ദേഹത്തിന് കൊടുത്തു എന്നും അദ്ദേഹം അത് ദേവേന്ദ്രന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇന്ദ്രൻ പാരിജാത കുസുമത്തെ തന്റെ ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ച് പാരിജാത കുസുമം മസ്തകത്തിൽ വെച്ചതും ആ ഐരാവതം വിഷ്ണുവിന്റെ എല്ലാ ഗുണങ്ങളും ചേർന്ന് വിഷ്ണുതുല്യനായി മാറി. ഉടനെ തന്നെ ഇന്ദ്രനെ ഉപേക്ഷിച്ച് കാനനത്തിലേക്ക് പോയി മറയുകയും ചെയ്തു. ദേവേന്ദ്രൻ അതിനെ തടയാൻ സാധിച്ചില്ല. ഇതൊക്കെ നമ്മൾക്കറിയാത്ത കഥകളാണല്ലോ. താൻ കൊടുത്ത ദിവ്യ കുസുമത്തെ ഇന്ദ്രൻ നഷ്ടപ്പെടുത്തിയത് കണ്ട് മഹർഷി രോഷാകുലനായി ഇന്ദ്രനെ ശപിച്ചു. നീ ശ്രീ കൊണ്ട് അഹങ്കാരിയായി നീ ഞാൻ തന്ന കുസുമം ഒരു വിലയുമില്ലാതെ ആനയുടെ മസ്തകത്തിൽ വെച്ചില്ലേ? വിഷ്ണുവിന് നിവേദിച്ച ജലമായാലും നിവേദ്യമായാലും ഉടനെ ഭുജിക്കണം, അല്ലെങ്കിൽ ബ്രഹ്മഹത്യാ പാപമാണ് ഫലം. വിഷ്ണു നൈവേദ്യം കിട്ടിയ ഉടൻ ഭുജിക്കുന്നവൻ തന്റെ പൂർവജന്മാരെ ഉദ്ധരിക്കുകയും ജീവൻ മുക്തനായി തീർക്കുകയും ചെയ്യും. അഹങ്കാരം കൊണ്ട് നീ ആ കുസുമം ആനയുടെ മസ്തകത്തിൽ വെച്ചതിനാൽ ലക്ഷ്മി അങ്ങയെ വിട്ട് ഹരിപദത്തിലേക്ക് പോകും. ഈ കുസുമം ധരിക്കുന്നവൻ പൂജ്യനായി തീരും. അതുകൊണ്ടാണ് അത് ഞാൻ നിനക്ക് തന്നത്. മനസ്സിലായോ? ഞാൻ ശ്രീഹരിയുടെ ഭക്തനാണ്. എനിക്ക് ദേവേന്ദ്രനെയോ ബ്രഹ്മാവിനെയോ ഭയമില്ല. അങ്ങയുടെ അച്ഛനായ കശ്യപ പ്രജാപതിയെയും എനിക്ക് ഭയമില്ല. നിന്റെ ഗുരുവായ ബൃഹസ്പതിയെയും എനിക്ക് ഭയമില്ല. ദുർവാസാവ് മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇന്ദ്രൻ ഭയപ്പെട്ട് മഹർഷിയുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. മുനെ മഹർഷി, അങ്ങ് എനിക്ക് ഉചിതമായ ശാപം തന്നെയാണ് തന്നത്. നഷ്ടപ്പെട്ട ശ്രീയെ ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് ആത്മജ്ഞാനത്തെ ഉപദേശിച്ചാലും ജ്ഞാനത്തിനെയും ഭക്തിയെയും മറച്ചു നിൽക്കുന്ന ഐശ്വര്യമാണ് അഹങ്കാരത്തിന് കാരണമായി വന്നത്. മഹർഷി പറയുന്നു, ഐശ്വര്യം അഹങ്കാരത്തെ ഉണ്ടാക്കുന്നു. സമ്പന്നനും മഹാമൂഢനും സുരാമത്തനുമായ ഒരാളെ ബന്ധുത്വം കൊണ്ട് മാത്രം ബന്ധക്കാർ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. വിഷയാന്ധനും ഐശ്വര്യമത്തനും സാത്വിക മാർഗത്തെ കാണാൻ കഴിവില്ല. വിഷയാന്ധന്മാർ 2 തരത്തിലാണ്, രാജസനും താമസനും. ശാസ്ത്രങ്ങൾ അറിയുന്ന വിഷയാന്ധൻ രാജസൻ, ശാസ്ത്രങ്ങൾ അറിയാത്ത വിഷയാന്ധൻ താമസനും. ശാസ്ത്രം 2 തരത്തിലുള്ള വഴിയാണ് കാണിച്ചു തരുന്നത്. ഒന്ന് പ്രവൃത്തി മാർഗം, മറ്റൊന്ന് നിവൃത്തി മാർഗം. പ്രാണികൾ ആദ്യം സഞ്ചരിക്കുന്ന പ്രവൃത്തി മാർഗത്തിലൂടെയാണ്. തേൻ കണ്ട് ഭ്രമിക്കുന്ന വണ്ടിനെ പോലെ ജീവിതത്തിൽ ഉന്മത്തരായി നടക്കുകയാണ് അവര്. സ്വന്തം കർമ്മങ്ങളുടെ ഗുണദോഷം അവര് അറിയുന്നേയില്ല. ആ ഗുണദോഷത്തിനനുസരിച്ച് ഓരോ യോനികളിൽ പോയി ജനിക്കുന്നു.
മരിക്കുന്നു. അവസാനം ഈശ്വരേച്ഛയാൽ സജ്ജന സമ്പർക്കം കൊണ്ട് അനവധി ആളുകളിൽ ഒരാൾ മാത്രം സംസാര സാഗരത്തെ തരണം ചെയ്യുന്നു. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ തഥൈവ തന്നെ. തത്വജ്ഞാനം സിദ്ധിച്ച അവൻ കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന കെട്ടിനെ അഴിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മഹർഷിയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രന് വിരക്തിയും ജ്ഞാനവും ഉണ്ടായി. അത് കണ്ട് ദുർവാസ അവിടെ നിന്നും മുനി പോയതിനു ശേഷം ഇന്ദ്രൻ അമരാവതിയിലേക്ക് പോയി. അപ്പോഴേക്കും ദൈത്യന്മാർ സ്വർഗം കൈയടക്കിയിരുന്നു. അത് കണ്ട് ഇന്ദ്രൻ തങ്ങളുടെ ദേവഗുരുവിനെ അന്വേഷിച്ച് യാത്രയായി. ഗംഗാതീരത്തെത്തിയ സമയത്ത് തന്റെ ഗുരുവായ ബൃഹസ്പതി ധ്യാനനിഷ്ഠനായിരിക്കുന്നതാണ് ഇന്ദ്രൻ കണ്ടത്. ഒരു യാമം കഴിഞ്ഞപ്പോൾ ഗുരു ധ്യാനത്തിൽ നിന്നുണർന്നു. ദേവേന്ദ്രൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് നടന്ന കാര്യങ്ങളൊക്കെ അറിയിച്ചു. ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട് ബൃഹസ്പതി പറഞ്ഞു, സുരശ്രേഷ്ഠ, നീ ദുഃഖിക്കാതിരിക്കട്ടോ. നീതിജ്ഞന്മാർ ഒരിക്കലും ധൈര്യം കൈവിടരുത്. കർമ്മങ്ങൾക്ക് അധീനരായ ഐശ്വര്യവും ചിലപ്പോൾ ആപത്തായി വരാം. കാലചക്രം ഉരുളുന്നത് പോലെയാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? സ്വന്തം കർമ്മഫലം തന്നെയാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. വേദത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം ബ്രഹ്മാവിനോട് പറയുന്നതായി സാമവേദത്തിൽ കാണുന്നുണ്ട്. ചെയ്ത കർമ്മത്തിന്റെ ഫലം ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ജനിക്കേണ്ടി വരും. മഹാലക്ഷ്മിയെ ലഭിക്കുന്നത് കർമ്മം കൊണ്ടാണ്. ലക്ഷ്മി നഷ്ടമാവുന്നതും കർമ്മം കൊണ്ട് തന്നെ. കോടി ജന്മങ്ങളിൽ ആർജിച്ചിട്ടുള്ള കർമ്മം പ്രാണികളെ നിഴൽ പോലെ പിന്തുടരുന്നു. ഒരേ സ്ഥലത്ത് ഒരേ ദാനം ചെയ്താൽ ഫലം ഒന്ന് തന്നെ ആയിരിക്കും. എന്നാൽ അതേ ദാനം അമാവാസിയിലോ രവിസംക്രമത്തിലോ ചെയ്താൽ ഫലം 100 ഇരട്ടി ആയിരിക്കും. പുണ്യസ്ഥലത്ത് വെച്ച് ചെയ്യുന്ന ദാനത്തിനാണ് ഏറ്റവും ഫലം കൂടുതൽ. ചന്ദ്രഗ്രഹണ സമയത്താണെങ്കിൽ ഫലം പിന്നെയും കൂടും. സൂര്യഗ്രഹണ സമയത്താണെങ്കിൽ ഇരട്ടിയാണ് ഫലം കിട്ടുക. അക്ഷയ നവമിയിലാണെങ്കിൽ അനവധി ഫലമാണെന്ന് പറയപ്പെടുന്നു. ഓരോ സ്ഥലത്ത് ചെയ്യുന്ന ജപത്തിനും സ്നാനത്തിനും ഫലസിദ്ധികളിൽ വ്യത്യാസമുണ്ട്. ഞാൻ കുളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം വൃത്തിയാവാൻ കുളിക്കൂലോ, അങ്ങനെ കുളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. ഓരോ സ്ഥലത്ത് ഓരോ സ്നാനഘട്ടത്തിൽ കുളിക്കുന്നതിന് പ്രത്യേകത ഉണ്ട്. ദണ്ട്, ചക്രം, മുടി, മണ്ണ് എന്നിവ കൊണ്ട് കുംഭകാരകൻ കുടങ്ങളെ ഉണ്ടാക്കുന്ന മാതിരി ബ്രഹ്മാവ് കർമ്മസൂത്രം കൊണ്ട് പലതരത്തിലുള്ള കർമ്മഫലം തരുന്നു. ഈ ജഗത്തെല്ലാം സൃഷ്ടിച്ച നാരായണനെ ഭജിക്കുക. ആരാണോ ആപത്തിൽ നാരായണനെ ഭജിക്കുന്നത് അവന് ആ ആപത്തിലും സമ്പത്തുണ്ടാക്കുമെന്ന് മഹാദേവന്മാർ പറയുന്നു. ആപത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ആ ആപത്തിലും അദ്ദേഹത്തിന് സമ്പത്തുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞ ബൃഹസ്പതി ഇന്ദ്രനെ ആശ്ലേഷിച്ച് മംഗളം നേർന്ന് ബോധവാനാക്കി എന്നുള്ള ഒരു പ്രകരണത്തോടുകൂടി ഈ ഭാഗം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.